ഹലോ ഞാൻ സൗമ്യ. സോ വെൽക്കം ടു സൗമ്യാസ് വ്ളോഗ്സ്. സോ ഇന്ന് ഞാൻ അധികം സ്റ്റോറീസ് ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല, പോയിന്റിലേക്ക് വരാം. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. മുർഗ് മേത്തി മലായ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. സോ ചിക്കനും മേത്തി ലീവ്സും ക്രീമും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ കോമ്പിനേഷനാണ്. വളരെ ടേസ്റ്റി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. അവരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് റെസിപ്പിയിലേക്ക് കിടക്കാം. മുർഗ് മേത്തി മലായ് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. വരും. അപ്പോൾ മേത്തി ചിക്കന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇവിടെ ഞാൻ ചിക്കൻ 1 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കൻ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു 2 ചെറിയ തക്കാളിയാണ്. സോ 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതി. സോ ചെറിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ മേത്തി ചീര 1 കപ്പ്, അതായത് ഉലുവ ചീര 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 4 പച്ചമുളക്, മീഡിയം സൈസ് പച്ചമുളക് ചതച്ചതാണ്. പിന്നെ ഇത് ജീരകത്തിൻ്റെ പൊടി ജീര പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇവിടെ ഗരം മസാല ഉണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. പിന്നെ തൈര്, നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. തൈര് 1/2 കപ്പ് തൈര്. പിന്നെ കുറച്ചൊരു 1/4 കപ്പ് കുക്കിംഗ് ക്രീമും. പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. സോ ഇനി ഇത് എങ്ങനെയാണ് പാകം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സ്റ്റവിൽ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. സോ എണ്ണ ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചിട്ട് എണ്ണ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി. ഇനി നമുക്ക് ഒരു സ്പൂണ് ജീരകം, 1 ടീസ്പൂൺ ജീരകം ഒന്ന് ഇടാം. സോ ജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, 4 മീഡിയം സൈസ് പച്ചമുളകാണ്. സോ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ഇടാം. ഇതൊക്കെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ പച്ചമുളകിൻ്റെ ആ പച്ച വാസന ഒന്ന് പോകണം. സോ അത് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർക്കാം. മുളക് ഇപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള അതിലേക്ക് ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുവിധം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഈ 2 മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇടാം. തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ട് തക്കാളിയും പിന്നെ അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം, മിക്സ് ചെയ്യണം, നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയതിന് ശേഷം ഇപ്പം ഞാനിതിലേക്ക് ചിക്കൻ ഇടുകയാണ്. ഞാൻ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം. ഇനി അടുത്തൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചിക്കൻ കുക്ക് ചെയ്യണം. അതിൻ്റെ ഒരു ഈ കളർ മാറിയിട്ട് ചെറുതായ കുക്കായ പോലത്തെ ആ കളർ വരണം. സോ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, ഒന്ന് കളറും ഒന്ന് മാറി, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സുമായി. ഇനി അടുത്ത് നമ്മൾ ഇവിടെ 1/2 കപ്പ് കട്ട തൈര്, നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട തൈരാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. ഒഴിച്ച ഉടനെ തന്നെ
ഇമ്മീഡിയറ്റ്ലി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അതൊന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ചിക്കനും തൈരും കൂടി എല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ഇതിലേക്ക് ഇടണം. സോ ആദ്യം തന്നെ നമുക്ക് മുളകിൻ്റെ പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. അടുത്തത് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ബാക്കിയുള്ള 2 പൊടി, അതായത് ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഗരം മസാലയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ട് ആ ചിക്കനിൽ എല്ലാത്തിലും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. സോ ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം വരും. അപ്പോൾ കറക്റ്റ് ഒരു ഗ്രേവിയുടെ ഒരു പാകം, ഓവർ അധികം വെള്ളം ആവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ചിക്കനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം, അല്ലെങ്കിൽ ചിക്കനൊന്ന് നന്നായിട്ട് ഒന്ന് വേവുന്ന വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യണം. ചിക്കൻ ഒരുവിധം ഒന്ന് വെന്തിട്ടുണ്ട്. അത് എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഉലുവ ചീര കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. സോ ഈ ഉലുവ ചീരയുടെ ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിൻ്റെ ആ വടിയൊന്നും എടുത്തിട്ടില്ല. ഇല മാത്രം തനിയെ എടുത്തതാണ്. സോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നമുക്കൊരു പകുതി ലെമണിൻ്റെ ജ്യൂസും കൂടിയും ഇതിലേക്ക് ഒഴിക്കണം. ഉലുവ ചീര ഇട്ടതിന് ശേഷം ആ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ അതൊന്ന് വിട്ടുപോയതാണ്. കാരണം ഇത് ലെമൺ ജ്യൂസ് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെമൺ ജ്യൂസ് ഹെൽപ്പ് ചെയ്യും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലെമൺ ജ്യൂസ് നന്നായിട്ടൊന്ന് കമ്പൈൻ ആവട്ടെ. ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല മണം വരുന്നുണ്ട്, എല്ലാ മസാലയുടെയും എല്ലാത്തിൻ്റെയും മിക്സായ മണം. അപ്പോൾ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അത് കണ്ടില്ലേ, ചിക്കൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്കിതിലേക്ക് 1/4 കപ്പ് കുക്കിംഗ് ക്രീം കൂടിയും ചേർത്ത് കൊടുക്കണം. സോ കുക്കിംഗ് ക്രീം ഒഴിക്കുകയാണ്, 1/4 കപ്പ്. ഇപ്പോൾ ക്രീം ചേർത്തതിന് ശേഷം അധികം നേരം ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരു മിനിറ്റ് കഷ്ടി 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മുർഗ് മേത്തി മലായ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ അതേ ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. സോ ചപ്പാത്തിയുടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നത്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.